ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് പെപ്പർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ പറയാം. ഒരു 1.5 കിലോ നല്ല ഇറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു രണ്ടോ മൂന്നോ സവാള ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് അത് നല്ലോണം ഒന്ന് ചട്ടിയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. എല്ലാവർക്കും കുക്കറിൽ ഉണ്ടാക്കുന്നത്, ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചട്ടിയിൽ വെച്ച് വഴറ്റി അത് കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിനെന്താക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അതിൻ്റെ അടുത്ത് ബാക്കി വെച്ച് മുറിച്ച് വെച്ച തക്കാളി ചേർക്കുക. 2 തക്കാളിയാണ് ഞാൻ കൂട്ടിയത്. അതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതൊന്ന് ഡീപ്പ് ഫ്രൈ ആകുന്നത് വരെ അതൊന്നൊരു മൂടി വെക്കുക. ഒരു അല്പസമയം മൂടി വെക്കുമ്പോൾ അതൊന്ന് ഡീപ്പ് ഫ്രൈ ആയിട്ട് വരും. ഈ ചട്ടിയിലായതുകൊണ്ട് തക്കാളിയും ഉള്ളിയെല്ലാം ഒന്ന് ഫ്രൈ ആയി വരാൻ കുറച്ച് സമയം എടുക്കും. കുക്കറിലാകുമ്പോൾ ഒരു വിസിലിനങ്ങ് ഫ്രൈ ആയി വരും. ഇപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി അതിൻ്റെ കൂടെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടി കൂടുതലൊന്നും ചേർക്കരുത്, പെപ്പർ ചിക്കനാണെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് മല്ലിപ്പൊടി 1 ടീസ്പൂണ് മാത്രം ചേർക്കുക. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കുരുമുളക്. ഞാൻ കുരുമുളക് ടീസ്പൂണിലല്ല, വലിയൊരു സ്പൂണിൽ തന്നെയാണ് ചേർക്കുന്നത്. 2 സ്പൂണ് വലിയ സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. പിന്നെ വേണ്ടുന്നത് ചെറിയ ജീരകവും വലിയ ജീരകവും പട്ടയും കറാമ്പും കൂടിയിട്ട് ചതച്ചതാണ്. അത് ക്രഷ് ചെയ്ത് വെച്ചതാണ്. അതും കൂടി അതിൻ്റെ കൂടെ ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം ഞങ്ങൾ നല്ലോണം കൈ ഊറ്റി വെച്ച ചിക്കൻ ഇതിൻ്റെ കൂടെ ചേർക്കുക. വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഞാൻ വെള്ളമെല്ലാം നല്ലോണം ഊറ്റിയിട്ടാണ് ചിക്കൻ മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ വെള്ളം ചേർക്കാത്ത ചിക്കനും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഇതാ ഒരു തുള്ളി വെള്ളം ഞാൻ പാർന്നിട്ടില്ല. ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും. നിങ്ങൾക്കെല്ലാം അറിയാം, ചിക്കൻ വെള്ളം ഇല്ലാണ്ട് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇതാ ഒന്നുമില്ല, വെള്ളമില്ല. അങ്ങനെ അത് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്ക് അതിൽ നല്ല വെള്ളം ഉണ്ടാവും. പിന്നെ അതിനൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് പെപ്പർ ചിക്കന് നിങ്ങൾ ആരും ചേർക്കാത്തൊരു ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ എന്ന് പറയാനൊന്നുമില്ല, ചെറിയ സ്പൂണിന് 2 സ്പൂണ് പിന്നെ കുടംപുളി ചേർക്കുക. അത് ഒരു ഭയങ്കര ടേസ്റ്റാട്ടെ. ഈ ഇറച്ചിയാട്ടെ, മീനാട്ടെ, ബീഫാട്ടെ, എന്തിനായാലും നമ്മളൊരു കുറച്ചൊന്ന് കുടംപുളി ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അതിന് ഭയങ്കര ഒരു ടേസ്റ്റാണ്. സാധാരണ എല്ലാവരും മീനിന് കുടംപുളി ചേർക്കുക, പക്ഷേ ഇറച്ചിക്കൊന്നും നിങ്ങൾ ചേർത്ത് നോക്ക്, അതതിൻ്റെ ടേസ്റ്റേ ഒന്ന് മാറ്റമായിരിക്കും. അങ്ങനെ ഇതാ ഞാൻ വെള്ളമൊന്നും പറഞ്ഞിട്ടില്ല, അതിൻ്റെ അടുത്ത് നിന്ന് വെള്ളം ഇറങ്ങി വന്നിന്. പിന്നെയും അവസാനമായിട്ട് ഞാൻ ഒരു സ്പൂണും കൂടി പെപ്പർ ക്രഷ് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വേറൊന്നും ചേർക്കുന്നില്ല. ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി മാത്രമേ ഇതിൽ ചേർക്കാനുള്ളൂ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് ഗ്രേവി നന്നേ കുറവാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.